നമസ്കാരം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നിരവധി നേതാക്കൾ ഇതിനകം തന്നെ രംഗത്തെത്തിയ വാർത്ത നമ്മൾ കണ്ടതാണ്. 5 നേതാക്കളുടെ പേരുകളാണ് പുറത്തേക്ക് വന്നത്. വി ഡി സതീശനുണ്ട്, കെ സുധാകരനുണ്ട്, അതിൽ കെ മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്. അത്തരത്തിൽ നിരവധി നേതാക്കന്മാരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. രമേശ് ചെന്നിത്തല അടക്കം ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അടക്കം പേരുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ ജനകീയത കൈവരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് വിവിധ തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മറ്റാർക്കും ലഭിക്കാത്ത ഒരു സ്വീകാര്യത തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടി വരും. എന്നാലും ആ ഒരു വർഷത്തിന് മുമ്പ് തന്നെ വിവിധ സാമുദായിക മത സംഘടനകളുടെ പിന്തുണ തനിക്കാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ തനിക്ക് അത്തരത്തിലുള്ള പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യമാക്കുന്ന ചില സംഭവങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് NSSൻ്റെ മന്നം ജയന്തി സമ്മേളനത്തിൽ അദ്ദേഹം ഉദ്ഘാടകനായി പങ്കെടുക്കുന്നത്. അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു. ഇതിനകം തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെ പൂർണ്ണമായും തള്ളി, എന്നാൽ രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് രംഗത്തു വന്നതും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ മുസ്ലിം ലീഗിൻ്റെയും പിന്തുണ തനിക്കാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടന എന്ന് തന്നെ പറയേണ്ടി വരുന്ന സമസ്തയുടെ അധീനതയിലുള്ള, അല്ലെങ്കിൽ അവരുടെ ഭരണത്തിലുള്ള 2 കോളേജുകളിലെ വിവിധ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഉദ്ഘാടകനായി ഇപ്പോൾ പങ്കെടുക്കാൻ ക്ഷണിച്ചിരിക്കുന്നത്, അവർ നിയോഗിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. മഞ്ചേരിയിലും പട്ടിക്കാടുമുള്ള 2 പരിപാടികളിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സമസ്ത സ്വീകരിച്ച് ഉദ്ഘാടകനായി നിയോഗിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിലും കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് ഉള്ളത്. മുസ്ലിം ലീഗിനും അതായത് മുസ്ലിം ലീഗിൻ്റെ നിലപാട് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലുള്ള, അല്ലെങ്കിൽ സമസ്തയ്ക്കൊപ്പമുള്ള ഇത്തരം പരിപാടികളിൽ, അല്ലെങ്കിൽ സമസ്ത ഏർപ്പാടാക്കുന്ന ഇത്തരം പരിപാടികളിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. അതായത് നായർ സർവീസ് സൊസൈറ്റി, അതോടൊപ്പം SNDP യോഗം, ഇപ്പോഴിതാ മുസ്ലിം ലീഗും അതോടൊപ്പം സമസ്തയും എല്ലാം അടങ്ങുന്ന വിഭാഗങ്ങൾ തനിക്കൊപ്പമാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്ക് ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നത്. ഇനി വരുന്ന സമയങ്ങളിൽ ക്രിസ്ത്യൻ സഭകളുടെ നിലപാട് കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അതും അവരുടെ പിന്തുണയും തനിക്കായിരിക്കുമെന്ന തരത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നത്. എന്തായാലും മുഖ്യമന്ത്രി കുപ്പായം തുന്നി കാത്തിരിക്കുന്ന കെ സുധാകരൻ അടക്കമുള്ള, വി ഡി സതീശനടക്കമുള്ള മറ്റ് നേതാക്കൾക്കൊക്കെ തന്നെ മറുപടി നൽകിക്കൊണ്ട്, അത് വാക്കുകളിലൂടെയല്ല, തൻ്റെ പ്രവൃത്തികളിലൂടെ, അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ പിന്തുണ തനിക്കാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ സംഘടനകളുടെ പിന്തുണയോടുകൂടി താൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് നീങ്ങുകയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നത്.